ഹേ ഗൈസ്, ഇന്ന് നമുക്ക് വൈറൽ മോമോസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ എഗ് മോമോസ് ഉണ്ടാക്കണേ, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചിക്കൻ, ബീഫ് അങ്ങനെ എന്തായാലും എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് മാറ്റിയിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ചുകൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഗാർലിക്ക്, പിന്നെ ചെറുതാക്കി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത ഒനിയൻ. ഒരു ഒനിയനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്. ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വെജീസ് ആയിട്ട് യൂസ് ചെയ്യണേ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സോയാ സോസൊക്കെ എല്ലായിടത്തും എത്തണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് തണുത്ത് വന്നു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് മൈദപ്പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ മോമോസ് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യണേ, അതുകൊണ്ട് തന്നെ ഒരു ഇഡ്ഡലിപ്പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മോമോസ് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസാണ്. അപ്പോൾ ശരി, ബൈ ബൈ.